ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് നാടൻ ബീഫ് കറി. അതിനാവശ്യമായ സാധനം: കൊച്ചുള്ളി, തക്കാളി, സവാള 5 അരിഞ്ഞത്, 250 കൊച്ചുള്ളി, കറിവേപ്പില, കുരുമുളക് പേസ്റ്റാക്കിയത്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില പേസ്റ്റാക്കുന്നത്. പേസ്റ്റാക്കുമ്പം ആ പച്ചച്ചവ മാറി നിൽക്കും. അതിനാണ് നമ്മൾ പേസ്റ്റാക്കുന്നത്. അത് നല്ല ചുവപ്പ് വരുന്നിടം വരെ, ചെറിയൊരു ചുവപ്പ് വരെ ഇളക്കിയിട്ട് അത് മാറ്റി വെച്ചിട്ട് ഇറച്ചി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചിക്കകത്ത് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ്, പച്ചമുളക് പേസ്റ്റ്, ഉപ്പ് 1 സ്പൂൺ ഉപ്പ്, ഇവയെല്ലാം കൂടി ഇട്ട് 5 മിനിറ്റ് സമയം നമ്മളത് ഞവടി വൃത്തിയാക്കി അതിൽ പിടിക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം എല്ലാം നല്ലതുപോലെ എല്ലാം പിടിച്ച് ഞവടി എല്ലാം നല്ലതുപോലെ അതെല്ലായിടവും പിടിക്കണം. അതിനാണ് നല്ലതുപോലെ അത് ഞവടി പാകം ചെയ്ത് വെക്കണത്. എല്ലാത്തിലും നല്ലതുപോലെ പിടിച്ച് വരണം. പിടിച്ചതിന് ശേഷമാണ് നമ്മളതെല്ലാം റെഡിയാക്കി വെക്കേണ്ടത്. എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഞവടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉലുവാപ്പൊടി വേണ്ടുന്നവർക്ക് ശകലം ഇടാം. അത് ഇട്ടാൽ ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. നമ്മൾ ശകലം ചേർക്കാറുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്. അതാണ് വെക്കുന്നത്. അങ്ങനെ ആവശ്യമുള്ളവർക്ക് ഇടാം, ഇല്ലാതെ. എന്നിട്ട് കുക്കറിനകത്ത് 1 തുള്ളി എണ്ണ ഒഴിച്ചാൽ മതി. ഒഴിച്ചിട്ട് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ആ കുക്കറിലോട്ട് ഇട്ട് എല്ലാം റെഡിയായി. കുക്കറ് നല്ലതുപോലെ അതെല്ലാം വാരി അതിനകത്തിട്ട് കുക്കറങ്ങ് അടയ്ക്കാൻ പോവുകയാണ് ഞാൻ. കുക്കർ അടച്ച് ഒരു 6 വിസിൽ വരെ നമ്മളത് മീഡിയം സൈസിൽ ഇട്ടേക്കും. ആ വിസിൽ അടിച്ചതിന് ശേഷം ഒരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലെ വെള്ളം വറ്റിയതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കും. ഒരു 50 ഗ്രാം എണ്ണ മതി. അതിനകത്ത് കറിവേപ്പില ഇട്ട് അതിന് ശേഷം ആ കൊച്ചുള്ളി ഒന്ന് വാടി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ സവാള അരിഞ്ഞ് വെച്ചത്, ഒരു 2 സവാളയേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. 250 കൊച്ചുള്ളി. അത് ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് കൊച്ചുള്ളി നമ്മൾ ചേർക്കുന്നത്. പണ്ട് നമ്മളെ മുത്തശ്ശിമാരൊക്കെ അതാണ് ചേർക്കുന്നത് കൂടുതൽ. അത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അത് ചുമന്ന് വരുന്ന സമയത്തിന് തക്കാളി ചേർത്ത് കൊടുക്കണം. അതൊരു നല്ല ഒരു വാടിയ പരുവം വരുമല്ലോ. വാടിയ പരുവത്തിന് തക്കാളി നമ്മൾ ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ട് ഇനി ഈ തക്കാളി ഇട്ടതിന് ശേഷം നല്ലതുപോലെ വരട്ടി വൃത്തിയാക്കി നല്ലതുപോലെ ഒരു മെറൂൺ നിറമാകും. അപ്പോൾ നമ്മളത് വരട്ടി വരുമ്പോഴത്തേക്ക് മെറൂൺ നിറമാകും. ഇച്ചിരി അത് മെറൂൺ നിറമാകുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ് ആ ഇറച്ചിക്കറിക്ക്. ഉള്ളിയുടെ ഒരു മധുരമോ ചുവപ്പോ ഒന്നും കാണത്തില്ല. അതെല്ലാം നല്ല മെറൂൺ നിറമായിട്ട് വരുമ്പോൾ നമ്മൾ ഇതെല്ലാം നല്ല ഇപ്പം ശരിയായി. ഇനി നമ്മൾ ഒരു 5 സ്പൂൺ മുളക് പൊടി, ഒരു 4 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അത് നമ്മളെ ആവശ്യത്തിന് ഇതെല്ലാം കൂടെ ഇട്ട് ഒരു കറി മസാല എല്ലാം കൂടെ ഇട്ട് അതിൻ്റെ ചെവ പോകാൻ വേണ്ടി, എന്നുവെച്ചാൽ പച്ചയ്ക്കാകുമ്പോൾ ഒരു ചുവപ്പുണ്ടല്ലോ, ആ ചുവപ്പ് അങ്ങ് മാറാൻ വേണ്ടി ഇളക്കി നല്ലൊരു നിറം വരുമ്പം നമ്മൾ കുക്കറിൽ വെച്ചേക്കുന്ന ഇറച്ചി എടുത്ത് അതിൽ കോരിയിടും. മുളകിൽ നമ്മൾ ആ മസാലയിൽ ഇട്ടിട്ട് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി പാകത്തിനാക്കി. എല്ലാം ഗ്രേവിയൊക്കെ അതിൽ തന്നെ ഉണ്ട്. ഗ്രേവി പിന്നെ ആവശ്യമുള്ളവർക്ക് ഗ്രേവി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അതിന് കുറച്ച് വെള്ളം തിളപ്പിച്ചാൽ മതി. 1 കപ്പ് വെള്ളം ചേർത്താൽ ഗ്രേവി വേണ്ടുന്നവർക്ക് കിട്ടും. ഗ്രേവി അതിൽ തന്നെ ഉണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് സമയം അടച്ചു വെച്ചു. പിന്നീട് ആ കറി നമ്മളത് ഇളക്കി വെച്ചു. ഇനി അത് അടച്ച് തുറന്ന് കറി മസാല എല്ലാം കറിവേപ്പിലയൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്ത്
ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണ്. കറിയൊക്കെ ആവശ്യത്തിനുണ്ട്. എല്ലാം പാകത്തിനായിട്ടുണ്ട്. നല്ല സൂപ്പർ ഒരു കറിയാണ്.